ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞത് കേട്ടില്ലേ? യഥാർത്ഥത്തിൽ കുഴൽനാടനെ ശാസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കുകയാണ് എൻ ഷംസീർ ചെയ്തത് എന്ന് ഒന്ന്. രണ്ടാമത്തെ കാര്യം ശ്രീ അനിൽകുമാർ പറഞ്ഞത്, എങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ മുനീറിന് സഭയിൽ ഇരിക്കാൻ കഴിയുക? പിന്നെ അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയത്, ഈ സുരേന്ദ്രന്റെ ഒരു വിദണ്ഡവാദം ഏറ്റെടുത്താണ് ചെന്നിത്തലയും ഒന്നടങ്കം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ ദുരാരോപണങ്ങൾ പിണറായിക്ക് നേരെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെയും ഉന്നയിച്ചത്. അങ്ങയുടെ മറുപടി? വേണു, അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിൻ്റെ ഒരു ക്രോണോളജി പറയാതെ പറഞ്ഞാൽ ശരിയാകില്ല. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കി മന്ത്രിമാർ നേരിട്ട് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കിയ സ്പീക്കർക്കെതിരെ പ്രതിഷേധിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ പ്രതിഷേധം നടക്കുമ്പോഴാണ് മാത്യു കുഴൽനാടനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ, MLA മാർ സ്പീക്കർക്കെതിരെ പ്രതിഷേധിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന്. സഭ നയിക്കുന്ന സ്പീക്കർ AN ഷംസീറിന് ആരാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് അറിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകേണ്ടതാണ്. അതിന് പകരം അദ്ദേഹം അങ്ങനെ ചോദിച്ചത് തികച്ചും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പൊതുസമൂഹം വിചാരിക്കണമല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു, ബഹളം നടക്കുന്നു, വാഗ്വാദങ്ങൾ നടക്കുന്നു. അതിനിടയിൽ സർക്കാർ അവരുടെ ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുന്നുണ്ടല്ലോ, സബ്മിഷൻ നടത്തുന്നുണ്ടല്ലോ, ബില്ലുകൾ വായിച്ചു പാസ്സാക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ തയ്യാർ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. തൊട്ടടുത്ത നിമിഷം സ്പീക്കർ പറയുന്നു സഭ ഇന്നത്തേക്ക് പിരിയുന്നു എന്ന്. അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ സ്പീക്കർ സഭ പിരിച്ചുവിടുന്നത്? അടിയന്തര പ്രമേയം നടത്തണ്ടേ? അത് നടത്താതെ ഇത് പിരിച്ചുവിട്ടിട്ട് പറയാ പ്രതിപക്ഷം ഓടി ഒളിച്ചെന്ന്. അനിൽകുമാർ പറഞ്ഞ വാചകം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത്, ഭരണപക്ഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ആയുധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തില്ല എന്ന്. ഞങ്ങളുടെ കയ്യിലുണ്ടോ അനിൽകുമാറെ? മറുപടി ഉണ്ടോ? തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ റിപ്പോർട്ട്, അതിൽ ADGP MR അജിത് കുമാറിന്റെ റോൾ എന്തായിരുന്നു? കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ്? അത് എവിടെയാണ് ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അതാ ഇല്ല, യഥാർത്ഥ പ്രതികളെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയുടെ ആ പരാമർശത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഉത്തരമുണ്ടോ? ഹിന്ദു പത്രം വ്യാജ വാർത്ത കൊടുത്തു എന്ന് പറയുന്നു. ആ പത്രത്തിനെതിരെ നിങ്ങൾക്ക് കേസുണ്ടോ? അങ്ങനെ ഒരു PR ഏജൻസി ഉണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസുകളിലൊക്കെ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഹഹഹായും ഹിഹിഹിയും അല്ലാതെ, എനക്കറിയില്ല എന്നുള്ള പതിവ് പല്ലവി അല്ലാതെ ഉത്തരമുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഉത്തരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി മന്ത്രിമാർ നേരിട്ട് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കിയത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, അനിൽകുമാർ അതിനോടനുബന്ധിച്ച് പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ അത്തരം സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചേർത്ത് നിർത്തിയേനെന്ന്. അങ്ങനെ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവിലാണോ ADGP MR അജിത് കുമാറിനെ ചേർത്ത് നിർത്തിയത്? കഴിഞ്ഞ 16 മാസക്കാലമായില്ലേ ADGP MR അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ കണ്ടതിന്റെ പിറ്റേന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? എന്നിട്ടും ചേർത്ത് നിർത്തിയത് ADGP MR അജിത് കുമാറിന്റെ കയ്യിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണോ? അതുകൊണ്ടാണ് നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വെട്ടി നിർത്തുന്നത്. നിങ്ങൾ പറഞ്ഞ ലോക്കൽ ഇഷ്യൂസ് ആണെന്ന്. തൃശ്ശൂർ പൂരം കലക്കിയത് ലോക്കൽ ഇഷ്യൂ ആണോ? കേരളത്തിലെ ഒരു ജില്ല, മലപ്പുറം ജില്ലയെ തമസ്കരിക്കാൻ നോക്കുന്ന, മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കുന്നത് ലോക്കൽ ഇഷ്യൂ ആണോ? കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത് ലോക്കൽ ഇഷ്യൂ ആണോ? നിങ്ങൾ ഇതിനൊക്കെ ലോക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്പീക്കറെ കാണുന്നത് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചപ്പോൾ ഒത്താശ ചെയ്യുന്ന സ്പീക്കർ AM ഷംസീറിന്റെ അതേ നിലപാട് തന്നെയാണ് ഇന്ന് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിയമസഭയിൽ കാണിച്ചത്. ഞങ്ങൾ ജനപക്ഷമായിട്ടുള്ള പ്രതിപക്ഷമാണ്, അല്ലാതെ പിണറായി വിജയന്റെ പ്രതിപട്ടികയിൽപ്പെടുന്ന പിണറായി വിജയന്റെ പക്ഷത്തുള്ള പ്രതിപക്ഷമല്ല. ഞങ്ങൾ ജനപക്ഷമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഇനി ഒരു കാര്യം അനിൽകുമാറിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ BJPക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നു, BJPയുടെ കാര്യങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തത് എന്ന് പറയുന്നു. കാസർഗോഡ് സുന്ദരയ്ക്ക് ഇലക്ഷൻ സമയത്ത് പണം കൊടുത്തുകൊണ്ട് നോമിനേഷൻ പിൻവലിച്ച കേസിൽ ഈ പറഞ്ഞ സുരേന്ദ്രൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഒരുക്കി കൊടുത്ത് കേരളത്തിന്റെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പ്രോസിക്യൂഷൻ അല്ലേ? അതിന് കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ആ വിധി പറയുന്ന ദിവസം പോലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രോസിക്യൂഷൻ വക്കീൽ അവിടെ ഹാജരായിരുന്നോ? ഇല്ലല്ലോ. കൊടകര കുഴൽപ്പണ കേസ് നിങ്ങൾ എല്ലാ ചർച്ചയിലും പറയുമല്ലോ കുറ്റപത്രം കൊടുത്തെന്ന്. അതിൽ ആരാ? ഈ സുരേന്ദ്രനും മകനും സാക്ഷികളല്ലേ, പ്രതികളല്ലല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇത് പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞ ഗവൺമെന്റിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഇരുന്ന ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ കൈ തല്ലിയൊടിച്ച BJPക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൊഴി മാറ്റി പറഞ്ഞ കൂറുമാറിയ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ സംരക്ഷിക്കുന്നത് പിണറായി വിജയന്റെ പാർട്ടിയല്ലേ? അപ്പൊ നിങ്ങൾ BJPയുമായിട്ട് ഒത്തുകളിക്കുന്ന ആരാണെന്നൊക്കെ അറിയാം. ഈ BJPയെ ചേർത്ത് നിർത്തുന്ന എന്തിന്റെ പേരില്ല? നിങ്ങളെ പ്രതിപ്പട്ടികയിൽ ചേർക്കാൻ പറ്റുന്ന ആയുധങ്ങൾ BJPയുടെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിവിലാണോ? കരുവന്നൂരിലെ മാസപ്പടിയിലൊക്കെ വിഷയങ്ങൾ അറിയുന്നതുകൊണ്ടാണോ? ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ എനക്കറിയില്ല. ലൈഫ് മിഷൻ കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കരൻ എന്ന് പറഞ്ഞ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100-ലധികം ദിവസം ജയിലിൽ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു എനക്കറിയില്ല. അങ്ങനെ ഓരോന്നും ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനക്കറിയില്ല. PR ഏജൻസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനക്കറിയില്ല. PR ഏജൻസി കൊടുത്ത വാർത്ത ഹിന്ദു പത്രത്തിൽ വരുന്നു, ഒരു സംസ്ഥാനത്തിന് ഒരു ജില്ലയ്ക്ക് നാണക്കേടുണ്ടാകുന്ന കാര്യം ചോദിക്കുമ്പോൾ എനക്കറിയില്ല. അവസാനം ഒരു ഹായും നാണമില്ലേ, എന്നിട്ട് നിങ്ങൾ ഉത്തരം പറയുമെന്ന്. എവിടെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്? ഉത്തരം പറയാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കർ ഈ സംരക്ഷണ കവചം ഒരുക്കിയത്. അതിന് നിങ്ങൾ റിയാസിനെ ഇറക്കിക്കൊണ്ട് ഭീരു എന്ന്, ഏറ്റവും വലിയ ഭീരു, കേരളം കണ്ട ഏറ്റവും വലിയ ഭീരു മുഹമ്മദ് റിയാസ, സ്വന്തം ഭാര്യയുടെ ജീവിത പങ്കാളിയുടെ മാസപ്പടി കേസ് വന്നപ്പോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ പാർട്ടി പറയുമെന്ന് ഓടി ഒളിച്ചല്ലേ. ഭാര്യയുടെ വരുമാനത്തെ കുറിച്ച് ഇലക്ഷന്റെ അഫിഡവിറ്റിൽ കാണിക്കാൻ പറ്റാതെ ആ ഭീരുത്വമൊന്നും കേരളത്തിലെ മറ്റൊരു നേതാവും കാണിച്ചിട്ടില്ല. ഇവിടെ എക്സൈസ് വകുപ്പിൽ കയറി ഇടപെട്ടപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിണ്ടാതെ പോയ റിയാസിനെ നമ്മൾ കണ്ടല്ലോ. ഫാരിസ് അബൂബക്കറിന്റെ ബിനാമിയായിട്ട് കച്ചവടം നടത്താൻ പോയിട്ട് മാനേജ്മെന്റ് കോട്ടയിൽ മരുമോൻ മന്ത്രിയായി വന്നിട്ട് ഈ ഭീരുക്കളുടെ അളവെടുക്കാൻ നടക്കുന്നതിന് മുമ്പ് ആ പാർട്ടിയിലെ ആർക്കെങ്കിലും ചങ്കൂറ്റത്തോടു കൂടി പിണറായി വിജയനെതിരെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അതിനകത്ത് ആഭ്യന്തര ജനാധിപത്യം ഇല്ലാതായതിന്റെ പേരിൽ അൻവറിനെ പോലുള്ള MLA ഇപ്പോൾ കഴിഞ്ഞ 21-ാം തീയതി വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ടിരുന്ന അൻവറിനെ പോലുള്ള ആളുകൾ ഇന്ന് തെരുവിൽ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കുമ്പോൾ 10,000-കണക്കിന് മനുഷ്യർ അൻവറെ കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര ജനാധിപത്യം അസ്തമിച്ച പിണറായി വിജയന്റെ പാർട്ടി, പിണറായി വിജയൻ തുടങ്ങിയ പാർട്ടി പിണറായി വിജയനിൽ അസ്തമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ അകത്തെ ആളുകളാണ് അവിടെ പോയി കേൾക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് റിയാസിനെ പോലുള്ള ആളുകൾക്കുണ്ടാവണം. ഇവിടെ അനിൽകുമാർ പറഞ്ഞത് എന്താ? MP രാജേഷ് എന്ന് പറഞ്ഞ പാർലമെന്ററി കാര്യ മന്ത്രി വളരെ വിനയത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി പ്രതിപക്ഷ നേതാക്കന്മാരെ സ്വീകരിച്ചിരുത്തിയെന്ന്. നാണമില്ല അനിൽകുമാറെ? കേരളത്തിലെ എല്ലാവരും കൈരളി ചാനലല്ല കാണുന്നത്. നിങ്ങൾ സഭാ TV-യിൽ നിന്ന് ദൃശ്യങ്ങൾ മാറ്റിയാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായുള്ള തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർലമെന്റിനകത്ത് ഓം ബിർള നരേന്ദ്രമോദിക്ക് ചെയ്യുന്ന അതേ പണി തന്നെയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് AM ഷംസീർ ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ചെയ്തത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ നിയമസഭയിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്? അതിന് പുറത്ത് പറയാമല്ലോ. ബാലരമയിലെ അമർ ചിത്രകഥ വായിക്കും പോലെ കേരളത്തിന്റെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കുറെ വട്ടം ഹി എന്ന് പറയുന്നു. മായാവിയും കുട്ടൂസനും ഡാഗിനിയും ലുട്ടാപ്പിയും കളിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വരുന്നത്? ഉത്തരം പറയണമെന്നേ. ഉത്തരം പറയാൻ നിയമസഭ മാത്രം വേദിയാക്കണ്ട, പുറത്തും നിങ്ങൾക്ക് ഉത്തരം പറയാമല്ലോ. എന്തിനാണ് മലപ്പുറത്തെ കുറിച്ച് ഇത്രയും ആക്ഷേപകരമായ പരാമർശം നടത്തിയിട്ട് ആ ആക്ഷേപകരമായ പരാമർശം നടത്തിയ ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെ